എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷമീർ എന്നാണ്. സ്വദേശം വയനാടാണ്. ഞാൻ ഈ SM റൊട്ടി ബാങ്ക് എന്ന് പറയുന്ന നമ്മുടെ ട്രസ്റ്റിൽ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 40 ദിവസത്തോളമായി. എനിക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ടാണ് എനിക്ക് അത്രയും മെമ്പേഴ്സിനെ ഈ കമ്പനി ഈ ട്രസ്റ്റിലോട്ട് ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ട്രസ്റ്റിൽ ഓർഗനൈസേഷനിൽ ചെറിയ ചില മാറ്റങ്ങൾ, പേര് കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ പഴയ യൂട്യൂബ് വീഡിയോ നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഷമീർ സാറെ ഒരു പുതിയ വീഡിയോ വേണം, യൂട്യൂബ് വീഡിയോ വേണം ആളുകൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ എന്ന് പല ആളുകളുടെയും ഒരു പല പ്രാവശ്യമായിട്ടുള്ള നിർബന്ധം കാരണമാണ് ഞാൻ ഇതിന് ഇങ്ങനെ ഒരു 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 വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഞാൻ എല്ലാ കാര്യത്തിലും വളരെ അറിവുള്ള ഒരു വ്യക്തി അല്ല. അതുകൊണ്ട് തന്നെ പ്ലാനിൽ ചില പറയുമ്പോഴോ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ചില കുറവുകളൊക്കെ ഉണ്ടാവാം. അത് നിങ്ങൾ ക്ഷമിക്കുക. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ പേര് എന്ന് പറയുന്നത് SM റൊട്ടി ബാങ്ക് എന്നാണ്. അപ്പോൾ അതൊരു ഹിന്ദി നെയിമാണ്. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഭക്ഷണപ്പൊതി. നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ചാരിറ്റി തന്നെയാണ്. അപ്പോൾ അവർ പറയുന്നത്, ട്രസ്റ്റ് പറയുന്നത്, ട്രാൻസ്ഫോം യുവർ ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി വിത്ത് സീമ റൊട്ടി ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ നിലവിലുള്ള സാമ്പത്തികാവസ്ഥ ഈ ഒരു ട്രസ്റ്റിലൂടെ ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ തുടക്കത്തിൽ തന്നെ പറയുന്നത്. നമ്മളുടെ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് www.smrottibank.in എന്നാണ്. അപ്പോൾ ഇത്രയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ട്രസ്റ്റിൻ്റെ പ്രത്യേകിച്ചിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യമായിട്ട് അവർ പറയുന്നത്, ഒന്ന് കണ്ണ് കാണാത്ത ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ, ഓപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യങ്ങളായിട്ട് പറയുന്നത് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കലാണ്. മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് കുട്ടികളുടെ, അതായത് ഗരീബ് ബച്ചോങ്കോ ശിക്ഷ പ്രദാൻ കർവാന. അപ്പോൾ ചെറിയ കുട്ടികളുടെ അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികളുടെ പഠനം, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ മറ്റ് കാര്യങ്ങൾ, അതേപോലെ വൃദ്ധജനങ്ങളുടെ സംരക്ഷണം, അതേപോലെ ബ്ലഡ് ഡൊണേഷൻ, അതേപോലെ വരുന്ന ഒരു അവസാനമായിട്ട് അവർ പറയുന്നത് നമ്മളുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ടീമിൽ ഈ പറയുന്ന SM റൊട്ടി ബാങ്കിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് വീടില്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് അവർക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. അത് പെട്ടെന്ന് തന്നെ ആയിക്കോളും നിർബന്ധമൊന്നുമില്ല. എങ്കിൽ പോലും നമ്മളുടെ സമീപത്ത് ഇതിൽ നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക്, വീടില്ലാത്ത ആളുകൾക്ക് അവർ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അവർ ചോദിക്കുന്നത് ഡു യു ഹാവ് ഡ്രീംസ്, അതായത് നിങ്ങൾക്ക് സ്വപ്നമുണ്ടോ? ആ സ്വപ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കാറായാലും വീടായാലും വിദേശ ടൂറുകളായാലും മറ്റ് പഠനങ്ങളായാലും വിദ്യാഭ്യാസം, ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കിതിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്തത്, ഇതൊരു ക്രൗഡ് ഫണ്ടിങ് സിസ്റ്റമാണ്. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, Section 8 റൂൾസ് പ്രകാരം ബൾക്കായിട്ട് ഫണ്ട് സ്വീകരിക്കുകയും, അതായത് എന്താ പറയുക, സഹായം സ്വീകരിക്കുകയും അതേപോലെ തന്നെ ബൾക്കായിട്ട് സഹായം കൊടുക്കുകയും ചെയ്യാം ഇതിലൂടെ. അപ്പോൾ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ടാക്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല ചാരിറ്റി ആയതുകൊണ്ട് തന്നെ. അതുമാത്രമല്ല, നമ്മളുടെ ഈ SM റൊട്ടി ബാങ്ക് എന്ന് പറയുന്നത് ഒരു P2P സർവീസാണ്. പേഴ്സൺ ടു പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 2 ആളുകൾ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ
ആ രണ്ടാളുകൾ കമ്പനിയിലേക്കല്ല പൈസ ഇടുന്നത്, നമ്മുടെ ഗൂഗിൾ പേയിലേക്കാണ് ഇടുന്നത്. ആ രണ്ടാളുകളുടെ താഴെ 4 ആളുകൾ വരുന്ന സമയത്ത് ആ 4 ആളുകൾ നമുക്കാണ് 300 രൂപ ഇട്ട് തരുന്നത് ഓരോരുത്തരും. അപ്പോൾ അതിനെയാണ്, അത് കമ്പനിക്കല്ലാതെ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് P2P സർവീസ് എന്ന് ആ ഒരു രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന് 100% സെക്യൂർഡ് ആണ്, 100% വെരിഫൈഡ് ആണ്, 100% ട്രാൻസ്പെറൻ്റ് ആണ്, അതായത് സുതാര്യതയാണ്. പിന്നെ P2P സർവീസാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. 100% ഡിസ്ട്രിബ്യൂഷൻ, അതായത് എല്ലാ പൈസയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റിയൽ ഹെൽപ്പിംഗ് പ്ലാൻ, ആ രീതിയിലാണ് അവരിതിനെ പരിചയപ്പെടുത്തുന്നത്. ഇനി ജസ്റ്റ് പ്രൊവൈഡ് ഹെൽപ്പ്, അതായത് നിങ്ങൾ ഒരു 220 രൂപ കൊടുത്തിട്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. ഡൊണേഷൻ കൊടുത്തിട്ട് 220 രൂപ ഡൊണേഷൻ കൊടുത്തിട്ടാണ് നിങ്ങളിതിൽ ജോയിൻ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. യു ക്യാൻ റെഫർ അൺലിമിറ്റഡ് മെമ്പർ ഫോർ ഈച്ച് സക്സസ്ഫുൾ റെഫറൽ യു വിൽ ഗെറ്റ് 200 റുപ്പീസ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ റെഫറലിനും നിങ്ങൾക്ക് 200 രൂപ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ ലെവൽ ഇൻകം, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻകം എന്ന് പറയുന്നത് ലെവൽ ഇൻകം ആണ്. ഇതിൽ ഒന്ന് ലെവൽ ഇൻകം, ഒരു ജനറേഷൻ പ്ലാൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു 2ൻ്റെ മെട്രിക്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എത്ര ആളുകൾ വേണമെങ്കിലും കൊണ്ടുവരാം. അതേപോലെ തന്നെ ആ ആളുകളൊക്കെ 2, 4, 8, 16, 32, 64 ആ രീതിയിൽ 2ൻ്റെ മെട്രിക്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 220 രൂപ കൊടുത്ത് ജോയിൻ ചെയ്തു, 2 ആളുകൾ കൊണ്ടുവരുന്ന സമയത്ത് ഓരോ ആളുകളിൽ നിന്നും നമുക്ക് 200 രൂപ വെച്ചിട്ട് 400 രൂപ കിട്ടുന്നുണ്ട്. അതിൽ 300 രൂപ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ആർക്കാണ് എന്നുള്ളത് നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ യൂസർ നെയിമും പാസ്വേഡും യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊരു ഫോൺ വന്നു. യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഈ 300 രൂപ ആർക്കാണോ അപ്ലൈന് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചാൽ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അവർക്കാണ് ഇത് അയച്ചു കൊടുക്കേണ്ടത്. അവർ വിളിക്കുക, ഞാനിങ്ങനെ 300 രൂപ അയച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്താൽ അവർക്ക് അവിടെ കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ 300 രൂപ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അവിടെ ഒരു കാര്യം കൂടി പറയുകയാണ്. ഫസ്റ്റ് ലൈനിൽ നമ്മൾ 2 ആളുകളെ കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് നമ്മുടെ ഒരു ഫോൺ കോണ്ടാക്റ്റിൽ ചിലപ്പം പിന്നെ 100 ആളുകളുണ്ടാവും, 1000 ആളുകളുണ്ടാവും, 5000 ആളുകളുണ്ടാവും. നമുക്ക് എത്ര ആളുകൾ വേണമെങ്കിലും ഡയറക്റ്റ് റെഫർ ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 12,000 ആളുകളുടെ ഒരു കോണ്ടാക്ട്സ് ഉണ്ട്. അതിൽ 4500 ആളുകളും നെറ്റ്വർക്ക് ലീഡേഴ്സാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 100 ആളുകൾ കൊണ്ടുവരാം. ഈ 2 ആളുകൾ കഴിഞ്ഞ് 3, 4, 5, 6 അങ്ങനെ വരുന്ന മേലോട്ടേക്ക് വരുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് 200 രൂപ എന്താക്കാൻ കഴിയും? നമുക്ക് റെഫറൽ ഇൻകം 200 രൂപ മുഴുവനായിട്ട് കിട്ടും ഓരോ ആളുകളിൽ നിന്നും. അതിപ്പോൾ നമുക്ക് ഒരു ദിവസം 2, 3, 5 ആളുകളൊക്കെ ഒരു 5 എണ്ണം കൊണ്ടുവന്നാൽ പോലും നമുക്കൊരു 1000 രൂപ വീട്ടിലിരുന്നുകൊണ്ട്, ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു 1000 രൂപ പോട്ടെ, ഒരു 600 രൂപ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഇരുന്ന് ഒരു 3 ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഡെയിലി ഉണ്ടാക്കുന്ന സമയത്ത് അവരും പോയി വീഴുന്നത് നമ്മളുടെ 2ാമത്തെ ലെവലിലോ 3ാമത്തെ ലെവലിലായിരിക്കും. അവർ അവിടുന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് 600ഉം അതേപോലെ 2000ഉം 300 ഒക്കെ ഓട്ടോമാറ്റിക്കലി വേറെ രീതിയിൽ അപ്ഗ്രേഡ് ഇൻകം അതും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 1000 രൂപ വളരെ സിമ്പിളായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഇനി 2ാമത്തെ ലെവലിൽ ഈ 2 ആളുകൾ, നമ്മൾ ആദ്യം കൊണ്ടുവന്ന 2 ആളുകൾ 4 ആളുകളെ കൊണ്ടുവരുമ്പോൾ 300 രൂപ വെച്ചിട്ട് 1200 രൂപയും അതിൽ 1200 600 രൂപ അപ്ഗ്രേഡ് ചെയ്യണം. ബാക്കി 600 രൂപ നമുക്ക് എടുക്കാം. 3ാമത്തെ ലെവലിൽ നമുക്ക് 8 ആളുകളിൽ നിന്ന് 600 രൂപ വെച്ചിട്ട് 4800 കിട്ടും. 2000 രൂപ അപ്ഗ്രേഡ് ചെയ്യണം. 2800 രൂപ നമുക്ക് എടുക്കാം. 4ാമത്തെ ലെവലിൽ 16 ആളുകളിൽ നിന്നും 2000 രൂപ വെച്ചിട്ട് 32,000 രൂപ കിട്ടുകയും അതിൽ 4000 രൂപ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. 28,000 രൂപ നമുക്ക് ബാലൻസ് വരുന്നുണ്ട്. 5ാമത്തെ ലെവലിൽ 32 ആളുകളിൽ നിന്നും 4000 രൂപ ലഭിക്കുകയും 1,28,000 രൂപ ടോട്ടൽ കിട്ടുകയും അതിൽ 8,000 രൂപ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,20,000 രൂപ നമുക്ക് നമ്മുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി 6ാമത്തെ ലെവലിൽ 64 ആളുകളിൽ നിന്ന് 8,000 5,12,000 രൂപ ടോട്ടൽ എമൗണ്ട്
അതിൽ 16,000 അപ്ഗ്രേഡ് ചെയ്യണം. ബാക്കി 4,96,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി 7ാമത്തെ ലെവലിൽ 128 ആളുകളിൽ നിന്നും 16,000 രൂപ വെച്ചിട്ട് 20,48,000 രൂപ കിട്ടുന്നുണ്ട്. അതിൽ 32,000 രൂപ മാത്രമാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരുന്നത്. ബാക്കി 20,16,000 രൂപ നമുക്ക് ബാലൻസ് വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നോക്ക് നിങ്ങൾ. ഞാനിനി 9ാമത്തെ ലെവലിലേക്ക് കിടക്കുകയാണ്. അവിടെ 512 ആൾക്കാരാണ് മൊത്തം 64,000 രൂപ വെച്ച് തരേണ്ടത്. അവിടെ 3,27,00,000 സംതിങ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അവിടെ നമ്മൾ 1,28,000 രൂപ മാത്രം കൊടുത്താൽ മതി അപ്ഗ്രേഡ് ഇൻകം. അവിടെ നമുക്ക് 3,26,40,000 രൂപ കിട്ടുന്നുണ്ട്. ഇനി 10ാമത്തെ ലെവലിൽ 1,024 ആളുകൾ 1,28,000 രൂപ വെച്ചിട്ട് നമുക്ക് തരണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 1,024 ഗുണം 1,28,000 സമം 13,10,72,000 രൂപയാണ് വരുന്നത്. അപ്പോൾ മൊത്തം നമുക്ക് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 17,45,03,500 എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പൈസ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ടോട്ടലായിട്ട് നമുക്ക് കിട്ടുന്നത് 17 കോടി രൂപയാണ്. അപ്പോൾ നമ്മൾ വെറും 2.5 ലക്ഷം രൂപ മാത്രമാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ ഈ 17 കോടി എന്ന് പറയുന്നതിൻ്റെ 100% വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 17 കോടി വർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ആളുകൾ ഈ സംഭവമൊക്കെ പറയുന്നതിൻ്റെ ഒരു 2% നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു 10-12 മാസങ്ങൾ കൊണ്ട്, ഒരു വർഷത്തിനുള്ളിൽ നമുക്കൊരു 10-30 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമല്ല. അതാണ് എനിക്ക് മനസ്സിലായതും ഇതിലേക്ക് ഞാൻ വരാനുള്ള കാരണവും അത് തന്നെയാണ്. ഇനി അടുത്തത് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എനിക്ക് കാര്യമായിട്ട് മനസ്സിലായതും നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 2 ആളുകളെ റെഫർ ചെയ്തിട്ട് 300 രൂപ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിബന്ധനയാണ് അവർ പറയുന്നത്. ഇനി 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 2 ആളുകൾ കിട്ടിയില്ലേ, നിങ്ങളുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഗീവ് ഹെൽപ്പിൽ 300 രൂപ ആർക്കാണോ കൊടുക്കാനുള്ളത് ആ വ്യക്തിക്ക് നിങ്ങൾ 2 ആളുകളെ റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും 300 രൂപ അപ്ഗ്രേഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈറ്റ് ലൈഫ് ലോങ് നിലനിൽക്കും. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് നിങ്ങൾ ആ സമയം മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ ID കട്ടാവുമെന്നാണ് പറയുന്നത്. ഇതുവരെ കട്ടായതായിട്ട് എനിക്ക് അറിവൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതിലൂടെ ഈ പറയുന്ന SM റോട്ടി ബാങ്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നെയിം വലിയ സംഭവം, നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്. ഏകദേശം 140 കോടീൻ്റെ മേലെ ജനങ്ങൾ ഉള്ള ഒരു വലിയൊരു സമൂഹമാണ്, വലിയൊരു മാർക്കറ്റാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഈ മഹാരാജ്യം. അപ്പോൾ അവിടെ ഹിന്ദി എന്ന് പറയുന്നപ്പോൾ നമ്മൾ മലയാളികളും അല്ലെങ്കിൽ തമിഴ് എല്ലാ ആളുകളും മാത്രമാണ് കാര്യമായിട്ട് ഹിന്ദി ഉപയോഗിക്കാതെ. ബാക്കിയുള്ള കർണാടകയിൽ നിന്ന് അങ്ങോട്ടേക്ക് മേലോട്ട് നോർത്ത് ഇന്ത്യയിലേക്ക്, ഇപ്പോൾ ആന്ധ്രാപ്രദേശ്, അവിടുന്ന് മേലോട്ടേക്ക് പോകുന്ന ഇപ്പോൾ 140 കോടിയിൽ എന്താ പറയുക, ഒരു 120 കോടി ആളുകൾക്കും ഹിന്ദി അറിയുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു രീതിയിലുള്ള ഒരു പേരാണ് ഇട്ടത്. റൊട്ടി ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ബാങ്ക് എന്ന് പറയുന്നത് ഒരു നിക്ഷേപം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ റൊട്ടി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു അതൃപ്തി തോന്നാം. പക്ഷെ അതിന് അതൃപ്തി തോന്നാൻ ഭക്ഷണപ്പൊതി എന്നാണ് അതിനർത്ഥം വരുന്നത്. ഇപ്പം നമുക്ക് റൊട്ടി അത്ര ഒരു വലിയൊരു സംഭവം ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഇപ്പോൾ പലസ്തീനൊക്കെ അറിയാമല്ലോ, അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഒരു കഷ്ണം റൊട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഓടി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ TV-യിലും കാര്യങ്ങളിലൊക്കെ കാണുന്നതാണ്. പുല്ല് പറിച്ച് തിന്നുന്ന അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഈ പേരിനെ ആരും മോശമായിട്ടൊന്നും കാണണ്ട. അങ്ങനെ പല ആളുകളും പറയുന്നതായിട്ട് അല്ലെങ്കിൽ എന്നോട് തന്നെ പറഞ്ഞതായിട്ട് എനിക്കറിയാം. അപ്പോൾ അതിനെ മോശമായിട്ട് കാണണ്ട. നമ്മൾ ഭാരതീയരാണ്, ഹിന്ദി നമ്മളുടെ ദേശീയ ഭാഷയാണ്. ആ ഒരു രീതിയിലാണ് അവരിട്ടുള്ളത്. ആ പേര് നമ്മളെല്ലാവരും ബഹുമാനിക്കണം. ഇത്രയും നേരം എൻ്റെ ഈ കാര്യങ്ങൾ കേട്ടുന്ന എല്ലാവർക്കും നന്ദി ഞാൻ പറയുകയാണ്. ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ ടീമിനെ ബിൽഡ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുക. അതേപോലെ തന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്ലാനിലോ കാര്യങ്ങളിലോ ഞാനൊരു വലിയ ഒരു മോട്ടിവേഷൻ അങ്ങനെ ആ ഒരു സംഭവമൊന്നും അല്ല. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു ലീഡറാണ്.
അപ്പോൾ എനിക്ക് എൻ്റെ ടീമിന് വേണ്ടി മാത്രം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഇത്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, ബായ്.